ഫവാസെ 29 സഖാക്കന്മാരാണ് കഴിഞ്ഞ 39 ദിവസമായിട്ട് ജയിലിനകത്ത് കിടക്കുന്നത്. പിണറായി വിജയന് വേണ്ടിയിട്ടല്ല, പിണറായി വിജയന്റെ മകളെ തൊട്ട ഇടിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകൾക്കെതിരെ അന്വേഷണവുമായിട്ട് വീട്ടിൽ കയറിയ ഇടിക്കെതിരെ കല്ലെറിയാനും അടിച്ചു പൊട്ടിക്കാനും ഒക്കെ പോയവർ അകത്ത് കിടക്കുകയാണ്. പക്ഷെ പിണറായി വിജയൻ ഇതുവരെ അവരൊന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് കലാപാഹ്വാനം നടത്തിയത് അദ്ദേഹം അല്ലല്ലോ, അദ്ദേഹത്തിന് നോക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ആ സമയത്ത് ഇ ഡിയുടെ കൺട്രോളിൽ എം വി ഗോവിന്ദൻ അടക്കമുള്ളവരാണ് പറഞ്ഞതെന്ന് പറയപ്പെടുന്നു. ഈ ശിവൻകുട്ടിയെ പോലത്തെ കുറച്ച് തെറ്റിദ്ധരിപ്പ് കൂടുതലുള്ള കുറച്ച് യുവാക്കളുണ്ട്. ശിവൻകുട്ടിക്ക് തെറ്റിപ്പ് കൂടി 46 വയസ്സുള്ള ഡിവൈഎഫ്ഐയിൽ നമ്മുടെ റഹീമിന് ഇപ്പോഴും ഡിവൈഎഫ്ഐയിൽ നിൽക്കുന്ന പോലെ 46 വയസ്സുള്ള യുവാവ്. അപ്പം ശിവൻകുട്ടിക്ക് ഇവർ തെരിപ്പ് കയറി കഴിഞ്ഞാൽ ഈ മതിലിയാട്ടം എന്നൊക്കെ പറയുന്ന പോലെ ബെഞ്ചിമെന്ന് മറ്റേ ബെഞ്ചിലോട്ടൊക്കെ കടന്ന് സർക്കസ് ഒക്കെ നിയമസഭയിൽ കാണാം. അത്തരത്തിൽ കുറച്ച് ചാടിയതാണ് ഡിവൈഎഫ്ഐയുടെ SFIയുടെയും CPM-ന്റെ ഒക്കെ കുറച്ച് മുതിർന്നവരും യുവത്വം തുളുമ്പുന്ന ചെറുപ്പക്കാർ. ഇപ്പം തുള്ളി അവസാനം ഈ എന്താ പറയുക പൊട്ടക്കിണറിൽ തവള അകപ്പെട്ട പോലെ ജയിലിൽ അകപ്പെട്ട പോലെ ഒരു അവസ്ഥയായിരുന്നു. നേതാക്കന്മാരും തിരിഞ്ഞു നോക്കാനുമില്ല, പോയി പെടും ചെയ്തു. എല്ലാം കൊണ്ടും എന്താ പറയുക സ്വന്തം കുടുംബം പോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് CPM-ന്റെ നേതാക്കന്മാർ പോയി പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിൽ തലമുതിർന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ ഈ ശിവൻകുട്ടിയെ പോലുള്ള ചെറുപ്പക്കാരെ ആരെയും പോലീസിന് പോലും കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. കണ്ടാൽ അറിയാവുന്ന 200-300 പേർക്കെതിരെയാണ് കേസ് വന്നത്. അതിൽ 29 പേരാണ് അകത്ത് പോയി കിടക്കുന്നത്. അല്ലാണ്ട് ശിവൻകുട്ടിനെ കണ്ടിട്ടോ ബ്രിട്ടാസിനെ കണ്ടിട്ടോ ഒന്നും നമ്മുടെ പോലീസുകാർക്ക് പോലും മനസ്സിലായിട്ടുമില്ല. കണ്ടാൽ അറിയാവുന്നവരുടെ കൂട്ടത്തിൽ അവരാരുമില്ല. അപ്പം നേതാക്കന്മാരും മുൻ മന്ത്രി ഉൾപ്പെടെയുള്ളവരും ഒക്കെ സേഫായിട്ട് ഇപ്പുറത്തിരിക്കുമ്പോൾ എറിയാനും വെട്ടാനും കുത്താനും പോയവരൊക്കെ അവരുടെയൊക്കെ വീടുകളിൽ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ഈ പറയുന്ന നേതാക്കന്മാർ, പിണറായി വിജയൻ അല്ല, ആരും അങ്ങോട്ട് അടുക്കില്ല എന്നുള്ളതാണ് സത്യം. അവരിപ്പോഴും നടക്കുകയാണ് ഇങ്ങനെ. ഇപ്പോൾ 39ാമത്തെ ദിവസമാണെന്ന് പറയുന്നു. ഇവിടെ പാർട്ടി ഓഫീസിലെത്തി ഇവരുടെയൊക്കെ ഭാര്യമാർ ബഹളം ഉണ്ടാക്കി എന്നുള്ളൊരു വാർത്ത കൂടി പുറത്ത് വരുന്നുണ്ട്. അതായത് ഭർത്താക്കന്മാർക്ക് അവരെ പുറത്തിറക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ വീട്ടുകാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനോ ഒന്നും പാർട്ടി നേതാക്കൾ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ മുന്നോട്ട് വരുന്നില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ജോയി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, സഹായിക്കാനും പുറത്തിറക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സംസ്ഥാന നേതൃത്വം പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഇവരെയൊക്കെ ഇലക്കി വിട്ടത് ആരാണെന്നുള്ളൊരു ചോദ്യം വരുമല്ലോ ഇപ്പൊ കലാപാഹ്വാനത്തിന്. ഇവർക്ക് അറിയില്ല. റഹീമിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആ വണ്ടി അടിച്ചു പൊട്ടിച്ച് ചെങ്ങായിയുടെ കാര്യം പറഞ്ഞിരുന്നു. തുടക്കത്തിൽ അദ്ദേഹത്തെ പോയി കാണുന്നു, ഫോൺ വിളിക്കുന്നു, നേരിട്ട് പോയി കണ്ടു പറഞ്ഞത് വണ്ടിക്ക് വേണ്ട എല്ലാ തുകയും പാർട്ടി ശരിയാക്കി തരുന്ന പറഞ്ഞു. പിന്നീട് അന്ന് പറഞ്ഞു എന്നല്ലാണ്ട് പിന്നീട് ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. CPM-മാർക്ക് അറിയാം, ഒന്നല്ലെങ്കിൽ അവർ അന്ധമായ മണ്ടന്മാരാണ്, അവരെ നേതാക്കന്മാരെ നമ്പാൻ പാടില്ല എന്നുള്ളത് അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. കാരണം ഒരു ഉദാഹരണമാണത്. പോയി കണ്ടു, വേണ്ട കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നു, ചെയ്യാന്ന് പറഞ്ഞു. വെറും പറച്ചിലാണ്. മറ്റേ മാമച്ചനാണ് ഇവരെല്ലാരും. അല്ല, ഇത് പറഞ്ഞാലും അവർക്ക് സഹായിച്ചവരെ മുതലാളിമാരാക്കേണ്ട കാര്യമില്ല സത്യത്തിൽ. കഴിഞ്ഞ ദിവസം തോമസ് ഐസക് എഴുതിയ കർഷകനാഥത്തിൽ എഴുതിയ കുറിപ്പിൽ തന്നെ അദ്ദേഹം പറയുന്നത് LDF-ന്റെ തോൽവിക്ക് കാരണം അടിസ്ഥാന വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഇടയിലുള്ള താഴെത്തട്ടിലുള്ള തൊഴിലാളി വർഗം ഇല്ലാണ്ടായി, അവരുടെ സപ്പോർട്ട് ഇല്ലാണ്ടായി എന്നാണ് പറയുന്നത്. എങ്ങനെയാ CPM-ൽ ഇപ്പം എല്ലാവരും മുതലാളിമാരാണ്, അത് ഫസ്റ്റ് തിങ്. അപ്പോൾ സെക്കൻഡ് തിങ്ങിൽ വരുന്ന ഈ പറയുന്ന തൊഴിലാളി വർഗം ഉണ്ടാവണമെങ്കിൽ ഇതുപോലെ അടിച്ചു പൊട്ടിച്ചും കൂലിപ്പണി എടുത്തുമൊക്കെ കുറച്ച് പേരെങ്കിലും ഉണ്ടാവണം, ഇവർക്കൊക്കെ വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കാനായിട്ട്. മുതലാളിമാർ മാത്രമുള്ളൊരു പാർട്ടിയായിട്ട് CPM ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പം അതിനിടയിൽ ഇപ്പോൾ അകത്ത് പോയവരിൽ IP ബിനു എന്ന് പറയുന്നത്, അദ്ദേഹം തിരുവനന്തപുരത്തെ അത്യാവശ്യം ഇങ്ങനെ ഒത്തിരി സഖാക്കന്മാരുടെ കള്ളക്കളികളൊന്നും അധികം ഇല്ലാത്ത ഒരാളാണെന്ന് പറയുന്നു. അത്യാവശ്യം കക്കാനും നക്കാനൊന്നും പോയിട്ടില്ല എന്ന് തിരുവനന്തപുരംകാരുടെ ഇടയിൽ ഒരു നല്ല പേരുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയും ഇപ്പോൾ ദയനീയമാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഠിനമായിട്ട് പ്രമേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് കാലിൽ തരിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ ഇവരെ ആരെയും പുറത്തിറക്കാനാണോ? അന്ന് ആഹ്വാനം കേട്ടിട്ട് ഈ വർണ്ണക്കടലാസിൽ അങ്ങ് തുടങ്ങും കാര്യങ്ങളൊക്കെ. കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ അതിൽ കൊടി കെട്ടി മുദ്രാവാക്യം വിളിച്ചും തുടങ്ങും. പക്ഷെ അവസാനം രക്തസാക്ഷിത്വത്തിൽ അവസാനിക്കാനേ ഈ ഒരു ക്യാമ്പസ് രാഷ്ട്രീയം കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവരെ പോലെയുള്ളവർ, അല്ലെങ്കിൽ പിന്നെ കക്കാനും മുക്കാനും ഒക്കെ നന്നായിട്ട് അറിയണം, ഉയർന്നു വന്ന മുതലാളിയാവണം. പക്ഷെ തൊഴിലാളി വർഗം അടിസ്ഥാന വർഗമായിട്ട് കിടക്കാനായിട്ട് ഇവരെ പോലെയുള്ള കുറച്ച് പേരെ ആക്കി വെക്കുമ്പോൾ കൗൺസിലർ ആയിരുന്നു എന്ന് പറയുന്നു IP ബിനു. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളെയൊക്കെ അതെ. പക്ഷെ അത്തരത്തിലുള്ള വലിയ കുഴപ്പമില്ലാന്ന് വെച്ചാൽ ഇപ്പം 29 പേരും 29 കുടുംബങ്ങളാണ്. 29 കുടുംബങ്ങളിൽ വേദന തിന്നപ്പുറത്ത് നിൽക്കുമ്പോൾ AC റൂമിലിരുന്ന് സുഖമായിട്ടിരിക്കുകയാണ് പിണറായി വിജയനും മകളും ഒക്കെ. അതിനിടയിൽ ഈ പറയുന്ന പോലെ കറുത്ത മാസ്ക് ഇട്ട് ചോദ്യം ചെയ്യലിൽ ഹാജരാവാനും അവരെ രക്ഷിക്കാൻ ലക്ഷങ്ങളും കോടികളും എറിഞ്ഞിട്ടുള്ള അഡ്വക്കേറ്റ്സ് വരും. പക്ഷേ അടി കൊടുക്കാനും കൊള്ളാനും പോയവർ ജയിലിൽ അകത്ത് കിടക്കുകയാണ്. ഇവർക്കൊക്കെ വേണ്ടി ചോദിക്കാനും പറയാനും ഇപ്പോൾ ആരാണുള്ളത്? ഈ പറയുന്ന ഇളക്കിവിട്ട സഖാക്കന്മാർ ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ?
ഇപ്പോൾ ബിനീഷ് കോടിയേരി കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ഐ പി ബിനുവിനെ പറ്റിയിട്ട്. ഐ പി ബിനുവിനെ വിലങ്ങണിയിച്ച് ആശുപത്രിയിൽ എത്തിച്ചത് നിയമ നടപടിയല്ല, ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ പകപോക്കലാണെന്നാണ് ബിനീഷ് കോടിയേരി അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കടുത്ത പ്രമേഹബാധയെ തുടർന്ന് കാലുകളിൽ മരവിപ്പ് അനുഭവിക്കുന്ന മുൻ ജനപ്രതിനിധിയും ഇടതുപക്ഷ പ്രവർത്തകനുമായ ഐ പി ബിനുവിനെ ചൊവ്വാഴ്ച തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് കൈവിലങ്ങണിയിച്ചാണ്. ഒരു രോഗിയെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ പോലും മനുഷ്യാവകാശവും മാനുഷിക പരിഗണനയും മറന്നുകൊണ്ടുള്ള ഈ നടപടി പ്രതിഷേധാർഹമാണ്. ഐ പി ബിനു ഗുണ്ട ആക്ട് കേസിലോ പിടിച്ചുപറി കേസിലോ സ്ത്രീ പീഡന കേസിലോ പ്രതിയല്ല. ഒരു രാഷ്ട്രീയ കേസിലെ പ്രതിയോടാണ് ഈ തരത്തിലുള്ള അപമാനകരമായ പെരുമാറ്റം സ്വീകരിച്ചിരിക്കുന്നത്. ഇതേ കേരളത്തിൽ ഗുരുതരമായ ക്രിമിനൽ ആരോപണങ്ങൾ നേരിട്ടിരുന്ന രാഷ്ട്രീയ നേതാക്കളെ വിലങ്ങണിയിക്കാതെ കൊണ്ടുപോയ സംഭവങ്ങളും നാം കണ്ടിട്ടുണ്ട്. കാപ്പ കേസിലെ പ്രതികളോടും സമാനമായ സമീപനം തന്നെയാണ് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. AKG സെന്റർ ബോംബ് കേസിലെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോഴും ഇത്തരം ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഐ പി ബിനുവിന്റെ കാര്യത്തിൽ മാത്രം ഈ ഇരട്ടത്താപ്പ്? ഇതിന് മുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ, AKG സെന്റർ ബോംബ് സ്ഫോടന കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ബിനീഷ് കോടിയേരി വെറുതെ ചിരിപ്പിക്കാൻ നിൽക്കരുത്. AKG സെന്ററിലെ ബോംബ് വീണതും ചിരിച്ച അതെ അതിനാണ് ഇത്രയും കാര്യമായിട്ട് അതിപ്പോ വായിച്ചു വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. ബോംബ് സ്ഫോടനം കേട്ട് നമ്മുടെ ശ്രീമതി ടീച്ചർ നിന്ന് തുള്ളിയതൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയം. അതെ, മുലപ്പടക്കം പൊട്ടിയപ്പോ നമ്മുടെ ശ്രീമതി ടീച്ചറുടെ ദിഗന്ധങ്ങളൊക്കെ കുലുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമാക്കിയ സംഭവം. എന്തായാലും ബാക്കി ഇങ്ങോട്ട് വായിക്കുമ്പോൾ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എങ്കിൽ രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ മാത്രം ഒരാളെ തിരഞ്ഞെടുത്ത് അപമാനിക്കാനുള്ള ഈ സമീപനം എന്താണ് സൂചിപ്പിക്കുന്നത്? ഇടതുപക്ഷ പ്രവർത്തകരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും അപമാനിക്കുകയും മനോവീര്യം തകർക്കുകയും ചെയ്യാനുള്ള ഭരണകൂടത്തിന്റെ പ്രതികാര രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖമാണ് ഈ സംഭവം. നിയമത്തിന്റെ മറവിൽ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്ന പ്രവണത ജനാധിപത്യത്തിന് യോജിച്ചതല്ല. രാഷ്ട്രീയ കേസിലെ പ്രതികൾക്ക് സാധാരണയായി ലഭിക്കുന്ന നിയമപരവും മാനുഷികവുമായ പരിഗണന മാത്രം ഐ പി ബിനുവിനും ലഭിക്കണം. അതിലധികം പ്രത്യേക പരിഗണന ആരും ആവശ്യപ്പെടുന്നില്ല. എന്നാൽ പ്രതികാര ബുദ്ധിയോടെ അപമാനിക്കുന്ന സമീപനം അംഗീകരിക്കാനാവില്ല. ഇടതുപക്ഷ പ്രവർത്തകരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഭരണകൂട വേട്ടയും രാഷ്ട്രീയ പകപോക്കലും അവസാനിപ്പിക്കണം. നിയമം പ്രതികാരത്തിനുള്ള ആയുധമല്ല, നീതി ഉറപ്പാക്കാനുള്ള സംവിധാനമാണ്. ഇതാണ് ബിനീഷ് കോടിയേരിയുടെ പോസ്റ്റ്. ഐ പി ബിനുവിനെ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ വിലങ്ങണിയിച്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹവും ഈ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെയാണ് രാഷ്ട്രീയപരമായിട്ടുള്ള കേസാവണത്? ഏത് രാഷ്ട്രീയ നേതാവിന് വേണ്ടിയിട്ട് ആണ് ഇവർ ED ആക്രമിച്ച കേസാണിത്? ED ആക്രമിച്ച കേസ് നിസ്സാരമായിട്ടൊരു പെറ്റി കേസോ അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ളൊരു കേസായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്ന് എനിക്കറിയില്ല. കേന്ദ്ര ഏജൻസികളെ ഇതുപോലെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നു, അവർ വരുന്ന വണ്ടി തല്ലി പൊളിക്കുന്നു. എന്നിട്ട് പിന്നീട് അതൊരു സാധാരണ കേസ് എന്ന് പറയുമ്പോൾ സാധാരണ ചോറുന്നുള്ള ഒരാൾക്ക് മനസ്സിലാവും ഏത് തരത്തിലുള്ള കേസാണ്. കേന്ദ്ര ഏജൻസികളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ഒരാളെ പിന്നെ വിലങ്ങ് വെച്ചല്ലാണ്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് എനിക്കറിയില്ല. സാധാരണ കേസാവുന്നത് എങ്ങനെയാണെന്നറിയില്ല. ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള കേസ് അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളിയാവുന്നത് എങ്ങനെയാണെന്നും മനസ്സിലാവുന്നില്ല. രാഷ്ട്രീയക്കാരി അല്ലാത്ത ഒരു ആൾക്ക് വേണ്ടി, വീണ വിജയൻ എന്ന് പറയുന്ന പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത, ഒരു രാഷ്ട്രീയത്തിലും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് തല്ലാനും കൊല്ലാനും ചെന്ന് EDയുടെ വണ്ടി ആക്രമിച്ച് അത്രയും പ്രക്ഷോഭം ഉണ്ടാക്കിയതിന്റെ പേരിലാണ് ഇവരകത്ത് കിടക്കുന്നത്. അപ്പൊ അത്തരത്തിൽ കേന്ദ്ര ഏജൻസിക്ക് നേരെ ആക്രമണം നടത്തിയ പ്രതിയെ അത്തരത്തിൽ തന്നെയായിരിക്കും കൊണ്ടുപോവുക. പിന്നെ ഇവരൊക്കെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം അസുഖബാധിതനാണെന്ന് പറയുമ്പോൾ സാമാന്യമായിട്ട് നമ്മുടെ മനുഷ്യത്വത്തിന്റെ പുറത്ത് ഒരു രോഗിയോട് ഇങ്ങനെയൊന്നും പെരുമാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്തിനു വേണ്ടി ഈ അസുഖങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഈ മനുഷ്യന്മാരൊക്കെ അകത്ത് കിടക്കുന്നു? ഇവരനുഭവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ അനുഭവിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണോ അയാൾ ചെന്നിട്ടുണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ട്? അയാൾ വിളിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇതൊന്നുമില്ല. അവരെല്ലാവരും AC റൂമിൽ നല്ല സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അയാൾ ഈ പറഞ്ഞ പോലെ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ വീടിന്റെ ഇറയത്ത് കയറി നിങ്ങാണ്ട് ഇതിനെതിരെ നമ്മൾ ശക്തമായി പോരാട്ടം നടത്തുന്നു പറഞ്ഞ നേതാവാണ്. അല്ലാണ്ട് അതിന് പുറത്തോട്ടൊന്നും അദ്ദേഹം വന്നിട്ടില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി അത്ര മാത്രമേ വന്നിട്ടുള്ളൂ. അതിന് പിന്നീട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത് ഈ പറഞ്ഞ പോലെ അതിനുശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് മാധ്യമങ്ങളെ കാണുന്നു, എല്ലാവരും പാടെ ഈ പറഞ്ഞ പോലെ പിണറായി വിജയന്റെ അങ്ങോട്ട് വിടുന്നു, വലിയ സമരമാകുന്നു, വണ്ടി തല്ലി പൊളിക്കുന്നു, വലിയ വിഷയമാകുന്നു. അപ്പോൾ പിന്നീട് ഈ പറഞ്ഞ പോലെ നേതാക്കന്മാരും ഇല്ല. ഈ നേതാക്കന്മാർ എപ്പോഴും സേഫ് സോണാണ്. അപ്പോൾ ഏത് രാഷ്ട്രീയക്കാർ വന്നു കഴിഞ്ഞാലും അനുയായികളാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ നേരിടാൻ പോകുന്നത്. അല്ല, ഇത്തരത്തിൽ തല്ലാനും കൊല്ലാനും ഒക്കെ ഇറങ്ങുന്നവർക്ക് ഇതൊരു പാടാവണമെന്നേ ഞാനും പറയുന്നുള്ളൂ. ഒരാളും ഉണ്ടാവില്ല ഈ ഇങ്ങനെ നമ്മൾ നടക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അടിക്കാൻ പോയവന്മാർക്കൊക്കെ ഇപ്പോൾ ഈ EDയുടെ കേസ് കഴിഞ്ഞിട്ട് പലയിടത്തും ഫ്ലെക്സ് വെച്ചിരിക്കുന്ന തുടറ പാക്കല മീൻസ് ഓരോ പാർട്ടി പ്രവർത്തകനും പാർട്ടിയായി മാറിയ ദിവസം. ആർക്ക് വേണ്ടി? പാർട്ടി പ്രവർത്തകയല്ലാത്ത വീണ വിജയന് വേണ്ടിയിട്ട്.
അപ്പോൾ ഇത്തരത്തിൽ ഇവരെയൊക്കെ ഇങ്ങനെ ആഹ്വാനം കൊടുത്ത് വിടുന്നവരുണ്ടല്ലോ, അവരും സേഫ് സോണിലാണ്. ഇവരാരെങ്കിലും നോക്കുന്നുണ്ടോ? ഇപ്പൊ ഭാര്യമാര് ഇപ്പൊ പുറത്ത് വന്ന വാർത്ത അനുസരിച്ചിട്ട് ഈ ഇതിന്റെ ബന്ധുക്കള്, അതായത് ഈ അകത്ത് കിടക്കുന്നവരുടെ ബന്ധുക്കള് പാർട്ടി ഓഫീസിൽ നേരിട്ട് ചെന്ന് പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ അവിടെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തി എന്നൊക്കെയാണ്, പ്രശ്നം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി എന്നൊക്കെയാണ് അറിയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പോലും അവർ റെസ്പോൺസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇവരെ പുറത്തിറക്കും, എത്ര നാൾ കിടക്കും, വകുപ്പുകൾ എന്താണെന്നുള്ളതൊന്നും വ്യക്തമല്ലാത്ത കാര്യമാണ്. അപ്പം എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികളുടെ മേലെ കൈയോങ്ങിയവർ പെട്ടെന്ന് പുറത്തിറങ്ങും എന്നുള്ളതൊന്നും വിചാരിക്കണില്ല. എന്തായാലും ഈ അടിക്കാനും പിടിക്കാനൊക്കെ പോകുന്നവർ, അവർക്ക് എല്ലാവർക്കും ഒരു പാടാണ്. ഈ ആഹ്വാനം കേട്ട് ഇറങ്ങിത്തിരിക്കുന്ന റഹീമിന്റെ കഴിഞ്ഞ ഒരിടയ്ക്ക് റഹീം ഭയങ്കര ഒരു പ്രസംഗമൊക്കെ നടത്തി, ഓർക്കുന്നില്ലേ? പാർട്ടിക്കാരെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ തീയാകണം, പുഷ്പമാകണം, മറ്റതാകണം, മറിച്ചതാകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ കൈൻഡ് ഓഫ് ഇത് സാധനം കേട്ട് പിരികേറി നമ്മൾ അടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലെ പോയി അകത്ത് കിടക്കുള്ളൂ. ആഹ്വാനം കൊടുത്തവരും പ്രസംഗിക്കുന്നവരൊക്കെ പ്രസംഗത്തിന്റെ ചൂടും കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങും. ഇങ്ങനെ നടക്കാൻ ഭാര്യമാരും ബന്ധുക്കളും മാത്രമേ ഉണ്ടാവുള്ളൂ.